ദൈവത്തിന് മഹത്വം. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. യോഹന്നാന്റെ എഴുത്തുകളിലെല്ലാം യേശു ദൈവപുത്രൻ എന്ന് തെളിയിച്ചുകൊണ്ടാണ് തൻ്റെ സുവിശേഷമാകട്ടെ ലേഖനങ്ങളാകട്ടെ താൻ എഴുതിയിട്ടുള്ളത്. യേശുവിൻ്റെ ദൈവപുത്രത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് തൻ്റെ എഴുത്തുകളെല്ലാം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശു കർത്താവ് ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് വന്നില്ല, തൻ്റെ ആത്മാവ് മാത്രമാണ് വന്നത്. അതൊരു സ്വപ്നമായിരുന്നു. ഇത്യാദിയൊക്കെ അനേക ദുരുപദേശങ്ങൾ അക്കാലത്ത് ധാരാളമുണ്ടായിരുന്നു. അതിനെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ടാണ് യോഹന്നാൻ യേശു ദൈവപുത്രൻ എന്ന് വളരെ വ്യക്തമായി തെളിയിച്ചിരിക്കുന്നത്. ദൈവപുത്രനായിരിക്കുമ്പോൾ തന്നെ താൻ സാക്ഷാൽ മനുഷ്യനും ദൈവപുത്രനും എന്ന് അഥവാ ദൈവവും എന്ന് തൻ്റെ എഴുത്തുകളിലെല്ലാം വളരെ വ്യക്തതയോടെ അതെടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യേശു മനുഷ്യനായി വന്നില്ലായിരുന്നു എങ്കിൽ നിശ്ചയമായിട്ടും മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് യാതൊരു മറ്റു പോംവഴിയുമില്ലായിരുന്നു. യേശു കർത്താവിന്റെ കാൽവറി യാഗത്തിലൂടെയാണല്ലോ മാനവകുലത്തിന് രക്ഷ ലഭിക്കാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ ഇവിടെ ആ രക്ഷയുടെ ആ നിത്യജീവന്റെ പ്രാധാന്യതയെക്കുറിച്ച് താൻ എടുത്ത് പറയുകയാണ്. അത് എങ്ങനെയെന്ന്, അഥവാ ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എന്നാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആ രക്ഷ സ്വായത്തമാക്കുന്നവർക്കാണ് നിത്യജീവൻ എന്ന് താൻ ഇവിടെ വളരെ വ്യക്തമായി ആ കാര്യം ഊന്നി പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിത്യജീവൻ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ടുള്ള വിഷയമാണ്. ഒരിക്കലും ഈ ലോക ജീവിതം കൊണ്ട് മനുഷ്യന്റെ ജീവൻ തീരുന്നില്ല. അവനൊരു നിത്യതയുണ്ട്, നിത്യജീവനുണ്ട് എന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം നമ്മോട് അത് അരുളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് യേശുക്രിസ്തുവിലൂടെ അല്ലെങ്കിൽ പ്രാപിച്ചെടുക്കുവാനായിട്ട് തൻ്റെ ആ രക്ഷണ്യ പദ്ധതിയിലൂടെ പ്രാപിച്ചെടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് എന്നതാണ് വ്യക്തമായി നമുക്ക് ദൈവവചനാടിസ്ഥാനത്തിൽ കാണുവാൻ കഴിയുന്നു. അപ്പോൾ അതിന് എന്ത് ചെയ്യണം എന്നതാണ് ഇവിടെ യോഹന്നാൻ ഇവിടെയും എടുത്തു പറയുന്നത്. ദൈവപുത്രനിൽ വിശ്വസിക്കണം. വിശ്വസിച്ച് രക്ഷകനും കർത്താവുമായി ഏറ്റെടുക്കുകയും അതനുസരിച്ച് വചനത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിത്യജീവനുള്ളൂ എന്ന് വളരെ വ്യക്തമാണ്. മറ്റ് ജീവൻ പോലെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ജീവൻ പോലെ അല്ലെങ്കിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവൻ പോലെ അത് നശിക്കുന്നതല്ല. അത് പൂർണ്ണമായി നിത്യതയിൽ നിത്യജീവനായി കർത്താവിനോട് ചേർന്ന് ഒരു ദൈവ പൈതലിന് വസിക്കുവാൻ കഴിയുന്നു എന്ന പ്രത്യാശ ഇവിടെയും നമുക്ക് യോഹന്നാൻ കൈമാറുകയാണ് ചെയ്യുന്നത്. അതെ, ആ ദൈവത്തിന്റെ കരങ്ങളിൽ പിന്നെയും നമുക്ക് ആശ്രയം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
നിത്യജീവനേകാൻ അപ്പമായി ഭൂമി എത്തിയിടും ദിവ്യ സ്നേഹമേ, അത്യുന്നതനാകും നിന്നാഗമനം പ്രത്യാശയോടെ കാത്തിരിക്കൂ. നിത്യജീവനേകാൻ അപ്പമായി ഭൂമി എത്തിയിടും ദിവ്യ സ്നേഹമേ, അത്യുന്നതനാകും നിന്നാഗമനം പ്രത്യാശയോടെ കാത്തിരിക്കൂ. യേശുവേ നിന്റെ ഹൃദയത്തിൻ രാജാവേ, എഴുന്നള്ളി വരണേ ദൈവപുത്ര, എന്റെ ഹൃദയത്തിനുള്ളിൽ